രാത്രിയിൽ ഒന്ന് മല കയറാൻ പോയാലോ? അതും വയനാട്ടിലെ ചീങ്ങേരി ഹിൽസിലേക്ക് ഒരു നൈറ്റ് ട്രക്കിംഗ്. കേരളത്തിൽ രാത്രികാല ട്രക്കിങ്ങിന് പെർമിഷൻ ഉള്ള ഒരേ ഒരു സ്പോട്ടാണ് ചീങ്ങേരി ഹിൽസ്. അത് നമ്മുടെ KSRTCക്ക് മാത്രമേ അങ്ങോട്ട് പെർമിഷൻ ഉള്ളൂ. വായോ, നമുക്ക് മലമുകളിലേക്ക് കയറാം, ആ രാത്രികാല വൈബ് ഒന്ന് ആസ്വദിക്കാം. വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന ട്രക്കിംഗ് യാത്ര 5 മണിയോടെ ചീങ്ങേരി ഹിൽസിലെത്തി മല കയറുന്നതോടെ ആരംഭിക്കുകയാണ്. 5:30 പ്രധാന പാറയുടെ അടിയിലെ വിശാലമായ സ്ഥലത്ത് നിന്ന് കാരാപ്പുഴ ഡാമിന്റെയും മലനിരകളുടെയും മഴക്കാടുകളുടെയും മനോഹരമായ പനോരമിക് കാഴ്ചകൾ ആസ്വദിക്കുന്നു. അവിടെ നിന്ന് ഗൈഡിന്റെ സഹായത്തോടെയും ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളുടെയും മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് കയറുന്നു. 3460 അടി ഉയരമുള്ള ഈ മലമുകളിൽ സൂര്യാസ്തമയത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ അനുഭവിച്ച ശേഷം അരമണിക്കൂറോളം വയനാടിന്റെ 360 ഡിഗ്രി രാത്രി കാഴ്ചകളും ആസ്വദിച്ച് പതിയെ മടക്കയാത്ര ആരംഭിക്കുന്നു. ഇത് വർഗീസ് സാർ, രാത്രികാല ട്രക്കിങ്ങിന്റെ ചുക്കാൻ പിടിക്കുന്ന സാറാണ്. കേരളത്തിൽ ലീഗലി നൈറ്റ് ഹിൽ ട്രക്കിംഗ് നടത്താവുന്ന ഏക സ്ഥലമാണ് വയനാട്ടിലെ ചീങ്ങേരി ഹിൽസ്. ഇതിൽ വലിയൊരു അവസരം വേറെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായും പറയാം. നിലവിൽ നമ്മുടെ KSRTC മാത്രമാണ് ഈ യാത്രയ്ക്കുള്ള മാർഗം. അതുകൊണ്ട് ഈ വണ്ടിയിൽ, നമ്മുടെ ആനവണ്ടിയിൽ വരൂ, നമുക്ക് ചീങ്ങേരി മല കയറാം. ഒരു രാത്രികാല ട്രെക്കിംഗ് ആനവണ്ടിയോടൊപ്പം ആസ്വദിക്കാം. നിങ്ങളിലെ സാഹസികനെ തൊട്ടുണർത്തൂ. വീക്ഷിക്കാം. ഞാനിപ്പോ ഇനി മുകളിലേക്ക് കയറുകയാണ്. ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടപ്പോ. എങ്ങനെയുണ്ടപ്പോ അനുഭവം? അടിപൊളി, മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും പറഞ്ഞു. ഞാൻ അപ്പൂസും ചീങ്ങേരി ഹില്ലിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങനെ കയറയിൽ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വൈബ് വേണം കണ്ടോ, ആൾക്കാരിങ്ങനെ കയറി വരുന്നത്. ഞങ്ങൾ വയനാട്ടുകാരാണ്, പക്ഷേ ഇതുപോലൊരു അവസരം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കണ്ടോ, ഈ കാടിൻ്റെ ഉള്ളിലൂടെ ചീങ്ങേരി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ഫെസ്റ്റിൻ്റെയും KSRTCയുടെയും DTPCയുടെയും സംയുക്ത സഹകരണത്താൽ കേരളത്തിൽ ആദ്യമായി ചീങ്ങേരി ഹില്ലിലേക്കൊരു നൈറ്റ് ഹിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. വളരെ നല്ല അനുഭവമായിരുന്നു. വയനാട് ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാ മേഖലകളിലും. ലോകമെങ്ങും വയനാടിൻ്റെ ഈ എല്ലാ സാധ്യതകളും കണ്ടറിയാനും കേട്ടറിയാനും ആസ്വദിക്കാനും ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്നേഹത്തോടെ.